ഹായ്, ഇന്ന് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു സ്മാർട്ട് AI ഏജന്റ് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് ഞാനിപ്പോൾ എടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കേരള ടൂറിസം ആണ്. കേരള ടൂറിസത്തിന് വേണ്ടി ഒരു സ്മാർട്ട് AI സപ്പോർട്ട് ഏജന്റ്, അതും കേരള ടൂറിസത്തിന്റെ ഡേറ്റ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ഇമെയിൽ ഏജന്റ് റിപ്ലൈ കൊടുക്കുന്നത്. ഇതിന്റെ വർക്ക് ഫ്ലോ എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഒരു ഇമെയിൽ കേരള ടൂറിസത്തിന്റെ സപ്പോർട്ട് ടീമിന് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ക്വയറി ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് സിസ്റ്റമിൽ AI ഏജന്റ് വിൽ ലുക്ക് ഇൻ ടു ദി എക്സിസ്റ്റിംഗ് ഡേറ്റാബേസ്, അതിന്റെ ആൻസർ എടുത്തിട്ട് ഫ്രെയിം ചെയ്ത് തിരിച്ച് യൂസറിന് അയച്ചു കൊടുക്കുക. ഇതാണ് ബേസിക്കലി വർക്ക് ഫ്ലോ നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിൾ, ഇഫ് യു സീ ഹിയർ, ഇതാണ് ഒരു യൂസർ കേരള ടൂറിസത്തിന് സെൻഡ് ചെയ്ത മെയിൽ. ഹലോ, കുഡ് യു സജസ്റ്റ് ദി ബെസ്റ്റ് പ്ലേസ് ടു വിസിറ്റ് ഇൻ കേരള ഡ്യൂറിംഗ് ദി മൺസൂൺ ആൻഡ് ഗിവ് മി an idea of the cost for 5-day trip. Also, there is any precaution I should take if I am planning to visit mountain region, and how is the overall cellular network coverage in those areas. ഇതൊരു കസ്റ്റമർ ആക്ച്വലി ഒരു മെയിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഈ മെയിൽ സിസ്റ്റത്തിൽ റിസീവ് ആയ ഉടൻ തന്നെ AI ഏജന്റ് വിൽ റൺ എ പർട്ടിക്കുലർ ഫ്ലോ. LLM കേരള ടൂറിസത്തിന്റെ ഓൺ ഡേറ്റാബേസിന്റെ അകത്തുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് ഇറ്റ് വിൽ സെൻഡ് എ റിപ്ലൈ ടു ദ യൂസർ. റിപ്ലൈ ഇങ്ങനെയാണ്: ഹലോ നേഹ, താങ്ക് യു ഫോർ റീച്ചിങ് ഔട്ട്. കേരള is a spectacular destination during the monsoon season, offering lush green and unique experience. You can see here I added emojis. ഈ 5-day ട്രിപ്പിൽ എവിടേക്കാണ് ആക്ച്വലി പോകേണ്ടത്, അതിന്റെ ബഡ്ജറ്റ് അവർ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ബഡ്ജറ്റ് ആക്ച്വലി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ പ്രിക്കോഷൻ അവർ ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കണമെന്നുള്ളത് അതിനുള്ള ആൻസർ കൊടുത്തിട്ടുണ്ട്. ദെൻ സെല്ലുലാർ കവറേജ് അവർ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ആക്ച്വലി കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ വി ഹാവ് ആഡഡ് സംതിങ് ലൈക്ക് കേരള ഈസ് നോട്ട് ജസ്റ്റ് എ പ്ലേസ് ഇൻ എക്സ്പീരിയൻസ്. ഇവിടെ ഒരു കോട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹോപ്പ് യു ഹാവ് എ മെമ്മറബിൾ ട്രിപ്പ്. വാം റിഗാർഡ്, ടീം കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മെയിൽ ഒരു ഹ്യൂമൻ ഇന്റർവെൻഷനും ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി എക്സിസ്റ്റിംഗ് ഡേറ്റാബേസിൽ LLMന്റെ കേപ്പബിലിറ്റിയും യൂസ് ചെയ്തിട്ടാണ് ഈ മെയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. നൗ വി ആർ ആക്ച്വലി ഗോയിങ് ടു സീ ഹൗ വി ക്യാൻ ബിൽഡ് ദി സ്മാർട്ട് AI ഏജന്റ് വിത്ത് അവർ ഓൺ ഡേറ്റ. നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ AI ഏജന്റിനെ പറ്റി ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ, ഞാനിവിടെ എന്റെ വീഡിയോ ടാഗ് ചെയ്യാം. അതിൽ ഞാൻ ബേസിക്സ് ഓഫ് AI ഏജന്റ് കവർ ചെയ്യുന്നുണ്ട്. യു ക്യാൻ ഗോ ആൻഡ് വാച്ച് ദാറ്റ് വൺ. യു വിൽ ആക്ച്വലി pretty much understand the basics of AI ഏജന്റ് ആൻഡ് ഡേറ്റ. ഈ ഒരു എൻറ്റയർ വർക്ക് ഫ്ലോ, അതായത് ഈ ഒരു AI ഏജന്റ് വർക്ക് ഫ്ലോയും ഈ ഒരു പൈൻ കോഡിലൂടെ നമ്മൾ പുഷ് ചെയ്ത വർക്ക് ഫ്ലോയുടെ JSON ഫയൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഡയറക്ട്ലി ഇമ്പോർട്ട് ഇൻ ടു യുവർ വർക്ക് സ്പേസ് ആൻഡ് ക്യാൻ സ്റ്റാർട്ട് യൂസിങ് ഇറ്റ്. ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുന്ന എന്തെങ്കിലും വാല്യൂസ് നിങ്ങൾ മാറിയിട്ടുണ്ടോ എന്ന് ക്രോസ് വെരിഫൈ ചെയ്യണമെങ്കിലും ഈ ഒരു ഫയൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള 2 വർക്ക് ഫ്ലോ ആണ്. ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വി നീഡ് ടു കൺവേർട്ട് ദി കേരള ടൂറിസത്തിന്റെ ഡേറ്റ. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ, കേരള ടൂറിസത്തിന് വേണ്ടി ഞാനൊരു FAQ ഞാൻ ബിൽഡ് ചെയ്തു. I actually given most of the common questions like top attractions, backwaters and houseboat, travel and tourism, then culture and food, and nature and adventure, and Ayurveda. This is actually very small data. You can build a pretty big data. നമുക്ക് വേണമെങ്കിൽ actually KTDCയുടെ വെബ്സൈറ്റ് ക്രോൾ ചെയ്യാം, അല്ലെങ്കിൽ കേരള ടൂറിസത്തിന്റെ വെബ്സൈറ്റ് ക്രോൾ ചെയ്യാം, and you can get all the information. അല്ല, ഇപ്പൊ നിങ്ങൾ കേരള ടൂറിസത്തിന്റെ അകത്ത് തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ക്വയറീസിന്റെ ഒരു ഡേറ്റാബേസ് തന്നെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ you can build a PDF or a Word or whatever it is. ഞാൻ ആക്ച്വലി വേർഡ് ഡോക്യുമെന്റ് ഞാൻ PDF ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഗൂഗിൾ ക്ലൗഡിൽ ഞാൻ ആക്ച്വലി അപ്ലോഡ് ചെയ്തു. ഈ ഒരു വർക്ക് ഫ്ലോയിൽ ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഈ കേരള ടൂറിസത്തിന്റെ ഡേറ്റയെ ഞാൻ വെക്ടർ ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പൈൻകോൺ എന്ന് പറയുന്ന വെക്ടർ ഡേറ്റാബേസിലോട്ട് ഞാൻ ഇതിനെ പുഷ് ചെയ്തു. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഹൗ ടു ബിൽഡ് ആൻ AI ഏജന്റ് വിത്ത് യുവർ ഓൺ ഡേറ്റ. അതിനുള്ളിൽ ഈ റാക്ക് എന്താണ്, എങ്ങനെയാണ് ആക്ച്വലി ഈ ഡേറ്റ പുഷ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പൈൻ കോഡ് കോൺഫിഗർ ചെയ്യേണ്ടത്, എല്ലാ ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ട്. ഐ വിൽ ടാഗ് ദിസ് വീഡിയോ ഹിയർ, ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇപ്പൊ ഞാൻ ആക്ച്വലി ഇതിന്റെ ഒരു ഓവർവ്യൂ ആണ് ഞാൻ ഇവിടെ ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇസ് ആക്ച്വലി ഒരു മാനുവൽ ട്രിഗർ ആണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഐ കണക്ട് ടു ഗൂഗിൾ ഡ്രൈവ്. ഗൂഗിൾ ഡ്രൈവിൽ ഞാൻ ഇവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, ഗൂഗിൾ ഡ്രൈവ് എന്റെ അക്കൗണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ദ റിസോഴ്സ് ഈസ് ഫയൽ. ഓപ്പറേഷൻ ഡൗൺലോഡ് ആണ്. എനിക്ക് ആക്ച്വലി ആ ഫയൽ അവിടെ നിന്ന് ഡൗൺലോഡ് ആണ് ചെയ്യേണ്ടത്. ദെൻ ഈ ലിസ്റ്റിൽ നിന്ന് കേരള ടൂറിസം, അതായത് ഈ ഫയൽ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ ഫയൽ ഞാൻ ആക്ച്വലി ഇവിടെ നാവിഗേറ്റ് ചെയ്ത് കൊടുക്കുക. നത്തിങ് എൽസ് യു നീഡ് ടു ഡു ഹിയർ ആൻഡ് ക്ലോസ് ദിസ് വിൻഡോ. സെക്കൻഡ് ഞാൻ ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ, ഐ ആഡഡ് എ പൈൻകോൺ വെക്ടർ സ്റ്റോർ. ഓക്കെ, പൈൻകോൺ വെക്ടർ സ്റ്റോർ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ആക്ച്വലി കേരള ടൂറിസം ഡേറ്റ എന്ന് പറഞ്ഞ് ഞാൻ റീനെയിം ചെയ്തിട്ടുള്ളത്. വാട്ട് ഐ ഡിഡ് വാസ്, പൈൻകോഡിന്റെ API കണക്ട് ചെയ്യുക. യു ക്യാൻ ഗോ ടു പൈൻകോൺ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി ഗോ ടു ദ API key, and API key you can actually create a new key. ആ ഒരു ന്യൂ കീ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കണക്റ്റഡ്. ഓക്കെ, ബേസിക് ആയിട്ട് ഓവർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ, പൈൻകോൺ എന്ന് പറഞ്ഞാൽ പൈൻകോൺ ഒരു വെക്ടർ ഡേറ്റാബേസ് സ്റ്റോർ ചെയ്യുന്ന സ്പേസ് ആണ്. ഓക്കെ, LLM വർക്ക് ചെയ്യുന്ന വെക്ടർ ഡേറ്റാബേസിലാണ്. സോ വി നീഡ് ടു കൺവേർട്ട് അവർ എക്സിസ്റ്റിംഗ് ഡേറ്റ ഇൻ ടു വെക്ടർ ഫോർമാറ്റ്. വെക്ടർ ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത ഡേറ്റ മാത്രമേ LLMത്തിലൂടെ നമുക്ക് തിരിച്ച് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിനാണ് നമ്മളിവിടെ പൈൻകോൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പൈൻകോണിൽ യു നീഡ് ടു ക്രിയേറ്റ് എ ന്യൂ ഇൻഡെക്സ്. അതായത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ യു ക്യാൻ ആക്ച്വലി ക്രിയേറ്റ് എ ന്യൂ ഇൻഡെക്സ്. ന്യൂ ഇൻഡെക്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, യു ക്യാൻ ആക്ച്വലി ഗിവ് എ നെയിം. ഇവിടെ നമ്മൾ കോൺഫിഗറേഷൻ എന്ത് LLM ആണോ കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മൾ അവിടെ മോഡലിങ്ങിനും കൂടെ കൊടുക്കുക. ആ ഒരു മോഡൽ ആയിരിക്കും അവിടെയും കണക്ട് ചെയ്യേണ്ടത്. ഐ ഓൾറെഡി ക്രിയേറ്റഡ് എ ഡേറ്റാബേസ് നോൺ ആസ് കേരള ടൂറിസം. എന്നിട്ട് കേരള ടൂറിസം ഇവിടെ ചൂസ് ചെയ്യുക, പൈൻകോൺ നെയിം സ്പേസ്. നൗ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു നെയിം സ്പേസ് കൊടുക്കുക, അതായത് ഒരു സബ് ഫോൾഡർ. അതായത് കേരള ടൂറിസം എന്ന് പറയുന്ന ഒരു മെയിൻ ഫോൾഡറും അതിന് താഴെ ഞാൻ ആക്ച്വലി ഒരു നെയിം സ്പേസ് കൊടുത്തിട്ടുണ്ട് FAQ.
ബിക്കോസ് നിങ്ങൾക്ക് നാളെ വേറെ പ്രൊജക്ട് ആഡ് ചെയ്യണമെങ്കിലും യു ക്യാൻ ആക്ച്വലി ആഡ് എ ഡിഫറെന്റ് ഓൺ ആ ഡേറ്റ പോയി അതിലായിരിക്കും സേവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പോളിസീസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്രിവാൻഡ്രത്തിനെ പറ്റി മാത്രം ഒരു ഡേറ്റ, അല്ലെങ്കിൽ കൊച്ചിയെ പറ്റി മാത്രം ഡേറ്റ. സോ യു ക്യാൻ ആക്ച്വലി യൂസ് എ ഡിഫറെന്റ് സ്പേസ് സോ ദാറ്റ് നിങ്ങൾക്ക് പിന്നെ ഫ്യൂച്ചറിൽ അത് മാനേജ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഐ ഗിവൺ എ നെയിം ഹിയർ. നെയിം ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഗോ ആൻഡ് ജനറേറ്റ് ഔട്ട് ദെയർ. സോ ഇവിടെ ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ഡോക്യുമെന്റ്, അതായത് എന്റെ ഗൂഗിൾ ഡോക്കിൽ ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡേറ്റ പൈൻകോണിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഐ ചൂസ് ദ PDF, then I given a Pinecone list. Now അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ it will be running it. Then you need to connect default data loader. Here also you need to choose this recursive character splitter. അത് എത്ര chunk of data ആണ് actually pass ചെയ്യുന്നു എന്നുള്ളതാണ്. It can actually be 1000, it can be 500, it can be 50. Don't get confused with this one. You can actually follow the same step. Now this part is actually over. ഇതിപ്പോൾ നിങ്ങൾ ഇവിടെ ടെസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ you can see here it is actually updating the file. ഈ ഗൂഗിൾ ഷീറ്റ് ഉള്ള ഫയലിനെ it is actually updated. Okay, ഇതിപ്പോൾ നിങ്ങൾ റൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേരള ടൂറിസത്തിൽ 27 items actually അവിടെ പുഷ് ആയിട്ടുണ്ട്. Okay, if you can actually go back to Kerala Tourism and see here action records 81. ഇത് ഞാൻ മൾട്ടിപ്പിൾ ടൈം പുഷ് ചെയ്തുകൊണ്ടാണ് 81 എന്ന് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ യു ക്യാൻ സീ ഹിയർ നെയിം സ്പേസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടുത്തെ റെക്കോർഡ്സ് ആക്ച്വലി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആക്ച്വലി ഇൻഫർമേഷൻ ഹാസ് ആക്ച്വലി പാസ് ടു ദിസ് വെക്ടർ ഡേറ്റാബേസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ കേരള ടൂറിസത്തിന്റെ സപ്പോർട്ട് ഏജന്റ് ബിൽഡ് ചെയ്യുന്നതാണ്. നമ്മൾ ആദ്യത്തെ വർക്ക് ഫ്ലോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മോർ ഇൻ ടു പാസിംഗ് ദിസ് ഇൻഫർമേഷൻ ടു ദ വെക്ടർ ഡേറ്റാബേസ്. സെക്കൻഡ് തിങ്, ഈ വെക്ടർ ഡേറ്റാബേസിൽ നിന്ന് നമ്മൾ ഈ ഇൻഫർമേഷൻ പുൾ ചെയ്യുക, ദെൻ ഹൗ ടു ഫ്രെയിം ദ ഇമെയിൽ ആൻഡ് സെൻഡ്. സോ ഇതൊരു വളരെ സ്ട്രേറ്റ് ഫോർവേഡ് വർക്ക് ഫ്ലോ ആണ്. ബേസിക്കലി യു ആർ ആക്ച്വലി റിസീവിംഗ് എൻ ഇമെയിൽ വന്നു കഴിഞ്ഞാൽ കേരള ടൂറിസം നോളജ് ബേസിലോട്ട് പോയി ആക്ച്വലി ചെക്ക് ചെയ്യും. ആ ക്വയറി എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇറ്റ് വിൽ ആക്ച്വലി ഫ്രെയിം ദാറ്റ് ഇമെയിൽ വിത്ത് ദിസ് ഇമെയിൽ ഏജന്റ് ആൻഡ് സെൻഡ് ടു കസ്റ്റമർ ബാക്ക്. സോ അതാണ് ആക്ച്വലി ഈ പ്രോസസ്സിന്റെ അകത്ത് വരുന്നത്. അവിടെ ആദ്യം നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഇമെയിൽ ട്രിഗർ ആണ്. കാരണം ഇമെയിൽ റിസീവ് ആകുമ്പോഴാണ് ഈ ഏജന്റ് ആക്ടിവേറ്റ് ആവേണ്ടത്. യു ക്യാൻ യൂസ് ജിമെയിൽ ട്രിഗർ. ഓക്കെ, ജിമെയിൽ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ സീ ഹിയർ ട്രിഗർ ഓൺ മെസ്സേജ് റിസീവ്. സോ ഓൺ മെസ്സേജ് റിസീവ് ചെയ്യുമ്പോഴാണ് ഇത് ട്രിഗർ ആവേണ്ടത്. ഇവിടെ ഞാൻ മോഡ് എവറി മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. എവറി മിനിറ്റ് ഇറ്റ് ക്യാൻ ആക്ച്വലി ഗോ ഹെഡ് ആൻഡ് ചെക്ക്. എവറി മിനിറ്റ് യു ക്യാൻ ചെക്ക്, എവറി അവർ യു ക്യാൻ ചെക്ക്. വാട്ട് എവർ വേ യു വാണ്ട് ടു ഡു യു ക്യാൻ ആക്ച്വലി ഡു. നൗ വി ആർ ആക്ച്വലി ഡൂയിങ് ഇറ്റ് മാനുവൽ വേ. നൗ മെസ്സേജ് റിസീവ് ആണ്. സെൻഡർ vrstickmo@gmail.com. ഞാനൊരു ഡമ്മി ഇമെയിൽ ആണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ചേഞ്ച് ടു എക്സ്പ്രഷൻ. എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഇമെയിൽ ആണോ അവിടെ ഏത് ഇമെയിൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി റിപ്ലൈങ് ടു ദാറ്റ് വൺ. അങ്ങനെയും ചെയ്യാം. അതർവൈസ് യു ക്യാൻ ആക്ച്വലി ഹാവ് എ സ്പെസിഫിക് തിങ്. അതായത് നിങ്ങൾ ഒരു ഫോൾഡർ അകത്ത് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ജിമെയിലിൽ ഒരു ലേബിൾ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ലേബിൾ ജനറൽ എൻക്വയറി ആണ് ആക്ച്വലി ആ ലേബിൾ ആണെന്നുണ്ടെങ്കിൽ അതിലായിരിക്കും ട്രിഗർ ചെയ്യേണ്ടത്. യു ക്യാൻ ആക്ച്വലി ഡു എനി എക്സ്പ്രഷൻസ് ആസ് യു വിഷ്. ചെയ്ത് കഴിഞ്ഞു. ദ സെക്കൻഡ് തിങ് ഐ നീഡ് ടു ഡു ഇസ് ആക്ച്വലി അഗൈൻ ഐ നീഡ് ടു കണക്ട് എ Pinecone സ്റ്റോർ, റൈറ്റ്? ബിക്കോസ് ആക്ച്വലി ഐ നീഡ് ടു ഗെറ്റ് ദ ഡേറ്റ. Pinecone വെക്ടർ സ്റ്റോർ ആണ് ആക്ച്വലി ഈ ഒരു നോഡ് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഐ യൂസ് ആക്ച്വലി Pinecone അക്കൗണ്ട് നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പ് ചെയ്തതുപോലെ കണക്ട് ചെയ്യുക. നൗ യു ക്യാൻ സീ ഹിയർ ഓപ്പറേഷൻ ഞാൻ ഗെറ്റ് മെനിയ കൊടുക്കുന്നത് ആൻഡ് യു ഹാവ് എ ഡിഫറെന്റ് വൺ. എനിക്ക് ബേസിക്കലി ഇപ്പൊ ഇൻഫർമേഷൻ ഫ്രം Pinecone ഇങ്ങോട്ടാണ് വേണ്ടത്. ദെൻ ചൂസ് ദി ലിസ്റ്റ് കേരള ടൂറിസം ആണ് ആക്ച്വലി Pinecone, കാരണം അവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് നേരത്തെ ഡേറ്റ. Then you can see here Pinecone namespace. ഇതാണ് നമ്മൾ പ്രീവിയസ് എക്സാമ്പിളിലെ നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്തത്. ഈവൻ Pinecone പോയി നോക്കിക്കഴിഞ്ഞാൽ you can see here under Kerala Tourism you have a namespace known as FAQ. ഇതിനുള്ളിലാണ് നമ്മളെ PDF ഡേറ്റ എല്ലാം ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. Now you can actually close this one. അടുത്ത ഞാൻ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബേസിക് ഫിൽറ്റർ ഓപ്പറേഷൻ ആണ്, ഫിൽറ്റർ നോഡാണ്. ഓവർ ഹിയർ യു ക്യാൻ സീ ഹിയർ ഈ ഫിൽറ്റർ നോഡിൽ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഐ ആക്ച്വലി പുൾ ദിസ് ഇൻഫർമേഷൻ ഫ്രം മൈ Pinecone. ഞാൻ പുൾ ചെയ്ത ഇൻഫർമേഷൻ ഒക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ സീ ഹിയർ ദിസ് ഇസ് സ്കോർ. സ്കോർ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ദി റിസൾട്ട് ആണ്. അതായത് ഇപ്പം ഒരു തൗസൻഡ്സ് ഓഫ് ഇൻഫർമേഷൻ ഈ Pinecone ഡേറ്റാബേസിന്റെ അകത്ത് ഉണ്ടായിരിക്കും. ബട്ട് ഐ ഡോണ്ട് നീഡ് ദി എൻറ്റയർ ഇൻഫർമേഷൻ, റൈറ്റ്? അപ്പൊ റിലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ യു ക്യാൻ ആക്ച്വലി ഗീവ് ദ സ്കോർ ഇസ് ഗ്രേറ്റർ ദാൻ 0.4, 0.5, 1. വളരെ സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഗീവ് 1. So over here I'm just going to give 0.5. 0.5 കൊടുത്ത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇറ്റ് ആക്ച്വലി took 4 ഐറ്റം എടുത്തിട്ടുണ്ട്. ഡിസ്കാർഡ് ഒന്നും ചെയ്തിട്ടില്ല ബിക്കോസ് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ യു ഹാവ് ആക്ച്വലി ലോട്ട് ഓഫ് ഇൻഫർമേഷൻ, തൗസൻഡ്സ് ഓഫ് ലൈൻസ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് മൂന്നാർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സ്ട്രോങ്ങർ ആയിട്ടുള്ള, അതായത് കസ്റ്റമറിന്റെ ക്വയറി വെൻ ഈസ് ദി മൺസൂൺ സീസൺ ഇൻ കേരള. സോ ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഏതാണോ കസ്റ്റമർ ചോദിച്ചിട്ടുള്ള യൂസർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അതിനെ ബേസ് ചെയ്ത് അതിന് റിലവന്റ് ആയിട്ടുള്ള ക്വയറീസ് മാത്രമായിരിക്കും ആക്ച്വലി എടുക്കുന്നത്. So അതാണ് ഈ സ്കോറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. I given 5 here. What we are actually going to do next node എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we are going to aggregate this data. You can actually get this from here, aggregate. Then aggregate ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഫീൽഡ് ആക്ച്വലി ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഐ ആക്ച്വലി പുട്ട് ഓൾ ദ ഇൻഫർമേഷൻ. ഇൻപുട്ട് ഫീൽഡ് ഡോക്യുമെന്റ് പേജ്, അതായത് ഈ ഡോക്യുമെന്റ് പേജ് ആണ് ആക്ച്വലി ഞാൻ ഇൻപുട്ട് ഫീൽഡ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. Now you can close this one. നമ്മൾ ഇനി ആഡ് ചെയ്യുന്ന നോഡ് എന്ന് പറഞ്ഞാൽ OpenAIയുടെ റൈറ്റ് ഇമെയിൽ നോഡാണ്. ബേസിക്കലി യു ക്യാൻ ഗോ ടു OpenAI. OpenAIയിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ സീ ഹിയർ മെസ്സേജ് മോഡൽ. മെസ്സേജ് മോഡൽ എന്ന് പറഞ്ഞാൽ മോഡലിന് മെസ്സേജ് ചെയ്യുക. ദാറ്റ് ക്യാൻ ബി ടെക്സ്റ്റ്, ഇമേജ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, റൈറ്റ്? സോ ആ ഒരു നോഡാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇമെയിൽ റൈറ്റ് ചെയ്യാനായിട്ട്. യു ക്യാൻ ആക്ച്വലി ഗോ ഓവർ ഹിയർ. യു ക്യാൻ കണക്ട് യുവർ API credentials. API credentials കണക്ട്
കണക്ട് ചെയ്യേണ്ട ഫണ്ടമെന്റൽ ഓഫ് AI വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. Then the resource എനിക്ക് വേണ്ടത് text ആണ് എനിക്ക് വേണ്ടത്. You can actually ask image or audio or whatever you want. Now actually we are going to give text. Okay, now operation എന്ന് പറഞ്ഞാൽ message model ആണ് operation. Then model you can actually choose whatever LLM model you want to use. You can actually use. ഞാനിവിടെ ChatGPT 4 യൂസ് ചെയ്യുന്നത്. Then രണ്ട് പ്രോംപ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കസ്റ്റമർ ക്വയറി, കസ്റ്റമറിന്റെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. ഓവർ ഹിയർ യു ക്യാൻ സീ ഹിയർ പ്രീവിയസ് നോട്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി ഗെറ്റ് ദിസ് ഇൻഫർമേഷൻ ഹിയർ. ഇവിടെ കസ്റ്റമറിന്റെ ജിമെയിലുള്ള ടെക്സ്റ്റ് ആണ് എനിക്ക് കസ്റ്റമർ ക്വയറി ആയിട്ട് വരേണ്ടത്, റൈറ്റ്? സോ ഓവർ ഹിയർ യു ക്യാൻ സീ ഹിയർ ദിസ് ഈസ് ദി ഇതാണ് ഞാൻ ആക്ച്വലി ഇവിടെ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നൗ യു ക്യാൻ സീ ഹിയർ കുഡ് യു സജസ്റ്റ് എ ബെസ്റ്റ് പ്ലേസ് ടു വിസിറ്റ് ഇൻ കേരള. ഇതായിരുന്നു കസ്റ്റമറിന്റെ ക്വയറി. നൗ ദി നോളജ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ആക്ച്വലി ഇത് ഇൻഫർമേഷൻ എടുക്കേണ്ടത്. സോ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ പേജ് കണ്ടന്റ് ഇൻഫർമേഷൻ ആണ് ഞാൻ ഇവിടെ ആക്ച്വലി എടുത്തിട്ടുള്ളത്. സോ യു ക്യാൻ ആക്ച്വലി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ദിസ് ഓൺ ഓവർ ഹിയർ. ഓക്കെ, കാര്യം അഗ്രിഗേറ്റ് ചെയ്ത്, അതായത് എല്ലാ ഇൻഫർമേഷൻ കഴിഞ്ഞു, പൈൻകോണിൽ നിന്ന് എടുത്തു, ഫിൽട്ടർ ചെയ്തു, അത് കഴിഞ്ഞത് അഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ള 3 പോയിന്റ്, അതായത് ഈ 4 പോയിന്റ് ആണ് നമുക്ക് റിലവന്റ് ആയിട്ട് ഇവർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ ആണ് ഇവിടെ നോളജ് ഡേറ്റാബേസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെൻ യൂസർ റോൾ എന്ന് പറയുന്ന യൂസർ ആണ്. ഫൈനൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ വി നീഡ് ടു ഗീവ് എ പ്രോംപ്റ്റ്. പ്രോംപ്റ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ്. യു ആർ എ ഹെൽപ്ഫുൾ AI agent, a customer support representative for Kerala Tourism Department. Your job is to respond to incoming customer email with accurate information from the knowledge base. So if this you can actually change. ഇപ്പൊ നിങ്ങൾ എക്സ്റ്റേണൽ ഡേറ്റാബേസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയണം എനിക്കിപ്പോൾ റിയൽ ടൈം ഇൻഫർമേഷനെ പറ്റിയാണ് കസ്റ്റമർ ചോദിക്കുന്നതെങ്കിൽ യു നീഡ് ഗോ ടു ഡിഫറെന്റ് ഡേറ്റാബേസ് ദാറ്റ് യു ക്യാൻ ആക്ച്വലി മെൻഷൻ ഹിയർ. ഓർ സംതിങ് റിലേറ്റഡ് ടു KSRTC പറ്റിയുള്ള ഇൻഫർമേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഗോ ആൻഡ് ചെക്ക് ദ KSRTC knowledge base. So all the information you can actually give over here in plain English. Then rules you can actually set. The tone I have given, like you are friendly and helpful. You like to use emojis when applicable. Re-emphasize Kerala is a great place to visit. That you can actually change it. Our mail it will re-emphasize Kerala is a nice place to visit. Place some quote about Kerala at the end of the email. You can I just play around with that one. Sign off as a team Kerala Tourism Department, the Goats on Country. Output is only email body in a plain format. This is the basic information I have given, right? Now you close this one. Now the next process is a reply to the customer. Then again I need to connect my Google account. Then message resource message ആണ്. Then operation reply ആണ് ഞാൻ കൊടുക്കുന്നത്. Then again actually the trigger is let me execute the previous node. So the message ID എന്ന് പറയുന്നത് you can actually give the message ID from the Google Gmail trigger. Then you can actually see the message എന്ന് പറഞ്ഞാൽ LLM generate ചെയ്ത മെസ്സേജ് ആണ്. You can see here write email എന്ന് പറയുന്ന നമ്മളെ node it's generated this message. ഇതാണ് actually നിങ്ങൾ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇടേണ്ടത്. Then you can see here the message what exactly this one, and you can close this loop. So we are pretty much set up the entire workflow. Now we will go ahead and test. Okay, now you can actually see here I'm just sending email and hello. Could you suggest the best place to visit in Kerala during monsoon and provide a plan for 3-day trip? Also, there is any precaution should I take if I'm planning to visit the forest? How is the overall cellular coverage across those areas? Is it safe for women to travel alone? Regards, I can say Maria. Okay. Now you send this email. All right. Now let's go and run this one. Right. It is running filter. Then it's writing an email and sending that email to the customer. Let's see. Yeah, it is working. Now you go back to your email. Let me see. I got an email back say like, hello Maria. Thank you for reaching out to us. We are thrilled that you are interested in exploring Kerala during this monsoon. Here is how you can actually make most out of your 3-day trip. Suggest a 3-day trip. Your stars can actually AI prompt in the edit ചെയ്യാൻ പറ്റും. Day 1 Munnar, enjoy the lush green garden and take a refreshing walk along the hill. Day 2 Thekadi, explore the Periyar Wildlife Sanctuary. Alapi, experience the backwaters with the houseboat cruise. Then the precaution in forest area. Be vigilant about landslide, especially in the hilly region. Cellular coverage. Kerala generally have a good cellular network coverage. As women traveler, Kerala is generally considered safe. So you can see here one quote is there. It plays one quote like Kerala where the land and the God intervene. The system message in the place some quote of Kerala at the end of the email. So whatever way you can actually tweak this email and control this email. And looking forward to visit with warm regard Kerala Tourism Department, Goats on Country. So this is how it's actually send a reply in no time. Now this is a very base raw foundation piece. You can actually make it more smarter by adding different languages. Example, Malayalam inquiry Malayalam reply or and even actually you can actually give a slight delay like പെട്ടെന്ന് reply വരും actually the agent ആണ് AI agent ആണെന്നുള്ളത് മനസ്സിലാവും. So if you want to give delay like 5-minute delay, you can actually do it over here. Or you want to add in the ഇടയിൽ നമ്മൾ പറഞ്ഞതുപോലെ if you want to add more thing like KSRTC database വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ടൈമിംഗ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ IRCTC ട്രെയിൻ ടൈമിംഗ് ആഡ് ചെയ്യാം, airlines ആഡ് ചെയ്യാം. So you can enhance this customer support agent in different levels by adding more layer of data.
connecting with different APIs, connecting with different database. So that's it for today. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാർക്കറ്റിംഗ് ഏജൻസിനും AI പറ്റിയും കൂടുതൽ അറിയണം, ഇങ്ങനത്തെ ട്യൂട്ടോറിയൽസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.